ഇനി ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോണത്. ഇത് ശരിക്ക് അടുത്ത ഒരു ചാപ്റ്ററിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലാണ് നമ്മളിത് ശരിക്ക് കാണേണ്ടത്. അത് പക്ഷേ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് എൻട്രൻസ് ഭാഗത്തിൽ നമ്മളത് ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ ആദ്യമേ കണ്ടാൽ തന്നെ തിരിച്ചറിയാം എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഒരുപാട് അതിൻ്റെ പിക്ചറുകൾ ഒരുപാട് കാണണം നമ്മൾ, എന്നാലും അതാണ് പെട്ടെന്ന് മനസ്സിലായി വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് നോക്കാം. നമ്മൾ ഒരു കപ്പാസിറ്ററിനെ ഒരു സർക്യൂട്ടിലെ അംഗമായിട്ട് നമ്മൾ കരുതണമെങ്കിൽ, അതിനെ പരിഗണിക്കണമെങ്കിൽ ഇതിനക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ഇപ്പം ഇത് ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്. ഈ പോയിന്റുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഉണ്ട്, ഈ പോയിന്റുകൾക്കിടയിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ കപ്പാസിറ്റർ ആ സർക്യൂട്ടിൻ്റെ അംഗമാണെന്ന് പറയാം. ഒരു പക്ഷേ ഞാൻ വേറെ ഒരു എക്സാമ്പിൾ തരികയാണ്. ഇപ്പം നമ്മൾക്കൊരു സർക്യൂട്ടിൽ ചെയ്തു വന്നപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല, പൊട്ടൻഷ്യൽ 10 വോൾട്ട് കിട്ടി. ഇവിടുത്തെ പൊട്ടൻഷ്യലും 10 വോൾട്ട് കിട്ടിയാൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ആ സർക്യൂട്ടിൽ ഈ കപ്പാസിറ്ററിനെ നോക്കണ്ട, അത് മാറ്റിയിട്ട് ജസ്റ്റ് ഇത് രണ്ടും ഒരേ പോയിന്റാണ് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മളൊരു കപ്പാസിറ്റർ വെച്ചിട്ട് ആ സർക്യൂട്ടിന് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ആ കപ്പാസിറ്റർ അവിടെ വെച്ചിട്ട് കാര്യമുള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ ആ കപ്പാസിറ്ററിനെ അവിടുന്ന് മാറ്റിയിട്ട് നമ്മൾ നേരെ ഒരു വയറായിട്ട് കണക്ട് ചെയ്താൽ മതി. കാരണം രണ്ട് പോയിന്റും സെയിം പോയിന്റ് ആണെന്ന് അർത്ഥം. ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോണത്. ഞാൻ ഒരു ചെറിയ എക്സാമ്പിളിലൂടെയാണ് അതിങ്ങനെ പറയാം. ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിൽ ഒരു 2 കപ്പാസിറ്റർ ഞാനിവിടെ കാണിച്ചു. ഈ കപ്പാസിറ്റൻസ് സി ആണ്, ഈ കപ്പാസിറ്റൻസും സി ആണ്. അതേപോലെ ഇവിടെ വേറെ ഒരു സി ഉണ്ട്, ഇവിടെ മറ്റൊരു സി ഉണ്ട്. ഇതിനെ ഇങ്ങനെ ഒരു ബാറ്ററിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് കൊടുക്കാം. ഇവിടെ ബാറ്ററിന്റെ പോസിറ്റീവാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ഈ പോയിന്റ് ഇത് എ ആണെങ്കിൽ, ഇതൊക്കെ പോയിന്റ് എ ആണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഈ പോയിന്റ് എയും ഈ പോയിന്റ് ബിയും ആണെങ്കിൽ ഇതിൽ ഹയർ പൊട്ടൻഷ്യൽ എ ആണ്. കാരണം ഈ ബാറ്ററിയുടെ പോസിറ്റീവാണ് ഇവിടെ വരുന്നത്, നെഗറ്റീവ് ഇവിടെ ആയതുകൊണ്ട് നമുക്കറിയാം എ ആണ് ഹയർ പൊട്ടൻഷ്യൽ, ബി ആണ് ലോവർ പൊട്ടൻഷ്യൽ. ഇനി ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഇതിനിടയിൽ ഒരു ഇലക്ട്രിക്കൽ എലമെന്റും ഇല്ല. ബാറ്ററി ഇല്ല, കപ്പാസിറ്റർ ഇല്ല, റെസിസ്റ്റർ ഇല്ല, ഇൻഡക്ടർ ഇല്ല. ഇങ്ങനത്തെ ഇലക്ട്രിക്കൽ എലമെന്റ് ഒന്നും ഇല്ലെങ്കിൽ ഈ പോയിന്റും എ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് ബി ആണ്, കാരണം ഇത് ബി ആണല്ലോ. അപ്പൊ നമ്മൾ ഈ പോയിന്റ് എ ആണ് വരിക, അതേപോലെ ഈ പോയിന്റും എ ആണ് വരിക. പക്ഷേ ഈ പോയിന്റ് എ അല്ല, ബിയും അല്ല. കാരണം അവിടെ എന്തുണ്ട്, അത് ഈ 2 പോയിന്റുകൾക്കിടയിൽ ഒരു കപ്പാസിറ്റർ വന്നു. അപ്പോൾ ആ പോയിന്റിന് ഞാൻ ജസ്റ്റ് ഒരു ഡി എന്ന് കൊടുത്തു എന്ന് കരുതുക. ഈ ഒരു പോയിന്റും എ അല്ല, ബിയും അല്ല, ഞാൻ ആ പോയിന്റിന് ഇ എന്ന് കൊടുത്താൽ ആദ്യം ഞാനിതിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്ന് കാണാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്. അപ്പോൾ അതേപോലെ ഈ പോയിന്റുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്. ഇതൊക്കെ എയും ബി ആണ്, ഈ പോയിന്റും ബി ആ, ഈ പോയിന്റ് എ ആണ്. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി, ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി, ഇത് വി, ഇത് വി, ഒക്കെ എയും ബി ഞാൻ കാണിച്ച പോയിന്റുകൾ. ഇത് വി, ഇത് വി, ഇത് വി, ഇത് വി പൊട്ടൻഷ്യൽ ഡിഫറൻസുകളാണ്. ഇനി ഞാൻ ഇതിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാം. നമുക്കറിയാം ഇത് രണ്ടും സീരീസ് ആണ്. സീരീസ് കണക്ഷൻ ആണെങ്കിൽ ചാർജ് സെയിം ആണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഒരു ചാർജ് ക്യൂ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുകയാണെങ്കിൽ, ഞാൻ മുമ്പ് ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിരുന്നു നിങ്ങളെ, ആ ഇക്വേഷനുകൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. സീരീസ് കണക്ഷനിൽ ഒരാളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 കാണണമെങ്കിൽ
ടോട്ടൽ ചാർജ് ക്യൂ ആണെങ്കിൽ അല്ലെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണെങ്കിൽ വി ഇൻറ്റു C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 എന്ന് പഠിപ്പിച്ചിരുന്നു. ഞാൻ അത് ഓർമ്മ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നമില്ല കേട്ടോ. ഇതാണ് C1. ഇതിന് ടോട്ടൽ വി ആണെങ്കിൽ ആ C1ന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണെങ്കിൽ ഇത് ടോട്ടൽ എത്ര വി ഇൻറ്റു ഇതിന്റെ കാണുമ്പോൾ C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. അപ്പോൾ ഞാൻ ഈ ഒന്നാമത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുമ്പോൾ വി ഇൻറ്റു C2 എന്ന് പറഞ്ഞാൽ C ആ, C1 പ്ലസ് C2 എന്ന് പറഞ്ഞാൽ C പ്ലസ് C ഒക്കെ ഈക്വൽ ആണ്. എനിക്ക് ആൻസർ കിട്ടുക V/2 എന്നാണ്. V/2 എന്നാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുക. അപ്പോൾ ഞാൻ അത് ആദ്യം ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഈ ഒരു ഞാനിപ്പോൾ ഇവിടെ ഈ പറഞ്ഞൊരു സംഗതി നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ ആദ്യത്തെ ഒരു തിയറി പറയുകയാണ്. ആ തിയറി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനൊരു ആവശ്യം ശരിക്കില്ല. ഇനി ഞാൻ ഒന്നും കൂടെ ആ പിക്ചർ വരയ്ക്കാൻ പോവാം. അപ്പോൾ എനിക്ക് കിട്ടിയ കാര്യം, ഇവിടെ ഒരു കപ്പാസിറ്റർ C ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ C ഉണ്ട്, ഇതേപോലെ തന്നെ താഴെയും 2 കപ്പാസിറ്ററുകൾ ഉണ്ടെങ്കിൽ ഇതിന് അക്രോസ് ഞാൻ കൊടുത്തത് V ആണെന്ന് കരുതുക. ഇത് V ആണെങ്കിൽ ഇതിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V/2 ആണ്. അപ്പോൾ ഇത് ടോട്ടലി V അല്ലേ, ഇവിടെ V/2 പോയാൽ ഇതിന് അക്രോസും V/2 ആണ്. അതേപോലെ ഞാൻ താഴ്ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V/2 ആണ്, ഇതിന് അക്രോസും V/2 ആണ്. ഞാൻ എങ്ങനെയാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ പിക്ചർ മാത്രം ഓർമ്മ ഉണ്ടായാൽ മതി, പ്രോബ്ലം ചെയ്യാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ എഴുതുന്നത് ശരിക്കും നോക്കണം. V/2കൾ മനസ്സിലായാൽ ഞാൻ മുകളിലത്തെ ഒരു കപ്പാസിറ്ററും താഴത്തെ ഒരു കപ്പാസിറ്ററും എടുക്കുകയാണ്. ഇവിടെ വേറെ കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെയും വേറെ കപ്പാസിറ്റർ ഉണ്ട്. ഇതാണ് A എങ്കിൽ ഇതും A ആണ്. ഇതിന് ഞാനൊരു D കൊടുത്താൽ ഇതിന് ഒരു E കൊടുത്തു എന്ന് കരുതുക. ഇതിൽ നമ്മൾക്കറിയാം ഇവിടെയാണല്ലോ ഞാൻ പോസിറ്റീവ് കൊടുത്തിരുന്നത്. ആ പോസിറ്റീവ് കൊടുക്കുമ്പോൾ A ആണ് ഹയർ പൊട്ടൻഷ്യൽ, അപ്പോൾ D ലോവർ പൊട്ടൻഷ്യലാണ്. A ഹയർ പൊട്ടൻഷ്യൽ, E ലോവർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഞാൻ A എന്ന പോയിന്റിന്റെ പൊട്ടൻഷ്യൽ VA ആണെങ്കിൽ VA മൈനസ് VD ഈക്വൽ ടു V/2 എന്ന് എഴുതാം. ഇത് VA എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് A, VD എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് D. ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V/2. അടുത്തത് ഇതേപോലെ താഴത്തത് എഴുതിയാൽ VA മൈനസ് VE ഈക്വൽ ടു V/2 ആണ്. ഇതാണ് നമ്മൾക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. ഇനി ഞാൻ ഇതിൽ നിന്നാണ് പോകുന്നത്. ഇത് ഞാനൊന്ന് മൈനസ് ചെയ്താൽ ഇവിടെ നോക്കൂ, V/2 മൈനസ് V/2 എത്രയാ? 0. അങ്ങനെയാണെങ്കിൽ VA മൈനസ് VA 0 ആയി പോകും. ഇവിടെ മൈനസ് VD മൈനസ് മൈനസ് VE എന്ന് പറയുമ്പോൾ VE മൈനസ് VD ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾക്ക് വന്നത്. VE മൈനസ് VD ഈക്വൽ ടു 0. ഇതൊന്ന് മനസ്സിലാവുക, VE ഈക്വൽ ടു VD ആണ്. അല്ലെങ്കിൽ E എന്ന പോയിന്റും D എന്ന പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെന്ന് കിട്ടും. E എന്ന പോയിന്റും D എന്ന പോയിന്റും. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഞാൻ നേരത്തെ ആ അടയാളപ്പെടുത്തിയ പോയിന്റുകൾ എന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. നേരത്തെ വരച്ച പിക്ചർ വരക്കാണ്. ഇതായിരുന്നു D, ഇതായിരുന്നു E. ഇവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എനിക്കിപ്പോൾ കിട്ടിയത് 0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഡിക്കും ഇക്കും ഇടയിലൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്താൽ, അങ്ങനെ കണക്ട് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെയാണ് പിക്ചർ വരുന്നതെങ്കിൽ ഈ ഡിക്കും ഇക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അപ്പോൾ ഇവിടെ വെറുതെ ഒരു കപ്പാസിറ്റർ വെച്ച് കൊടുക്കണ്ട.
ഇതിങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അവിടെ യാതൊരുവിധ ഉപകാരമില്ല. ഇവർ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ ഇല്ല. അതുകൊണ്ട് ഈ കപ്പാസിറ്ററിനെ ഒഴിവാക്കി. ഇതാണ് നമ്മൾ ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് വിളിക്കുക. ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്നും ഒഴിവാക്കാൻ പറ്റൂലെങ്കിൽ അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ് ഇത്രയാണ്. ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയതുകൊണ്ട് ഇവരുടെ ഇതിനിടയിൽ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇവിടെ നിന്നിട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഇനി ഞാൻ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കണ്ടീഷൻ പറയാൻ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്ന ഒരു തരത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതെന്താണ് ഇതിന്റെ ടോട്ടൽ, ഇത് അതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള കണ്ടീഷൻ ഇതാണ്. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് ചാപ്റ്ററിലാണ് പഠിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രഥമ രൂപം. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് കാണുക. ഇവിടെ നോക്കൂ, ഒരു 5 കപ്പാസിറ്റർ ഉണ്ടാവും. ഇതാണ് C1, C2, C3, C4. ഇതൊരു C5 ആണെങ്കിൽ C5നെ ഒഴിവാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ നേരത്തെ നമ്മൾ V/2 V/2 അടുത്ത് അപ്പോൾ C ഇതായിരുന്നു, അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ വന്നാൽ ഈ C5നെ ഒഴിവാക്കണമെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്: C1/C3 = C2/C4. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. ഇത് ബൈ ഇത് ഈക്വൽ ടു ഇത് ബൈ ഇതാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. അത് നമ്മൾക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ കഴിയും. അത് നമ്മൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ ചെയ്ത് പോകുമ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് C1/C3 = C2/C4 ആണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. ഈ നടുക്കത്തെ കപ്പാസിറ്റർ ഇവിടെ ഒഴിവാക്കാം. ഇനി ഇത് ഇങ്ങനെ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഇത് ഇങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇത് ബൈ ഇത് ഈക്വൽ ടു ഇത് ബൈ ഇതായാലും മതി. C1/C2 = C3/C4 തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പൊ ആ ഓർഡർ തെറ്റിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. C1/C3 = C2/C4 അല്ലെങ്കിൽ C1/C2 = C3/C4 അല്ലെങ്കിൽ താഴ്ന്നൊക്കെ പറയാം. C3/C1 = C4/C2. ഇവിടുന്ന് തുടങ്ങിയാൽ പിന്നെ ഇവിടെ തന്നെ ആവണം. അല്ല ഇത് എടുത്തിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരാം. C3/C1 = C2/C4 എഴുതാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലാക്കുക. കണ്ടീഷൻ C1/C3 = C2/C4 ആണെങ്കിൽ ഇവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആൻസറുകൾ എന്താണോ ക്വസ്റ്റ്യൻ അത് കണ്ടാൽ മതി. അപ്പോൾ ഇതാണ് ഇപ്പൊ നമ്മുടെ വീറ്റ്സ്റ്റോൺ. ഇതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് C1/C3 ≠ C2/C4 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് വിളിക്കുക. അൺബാലൻസ്ഡ് ആണോ കുഴങ്ങി, പിന്നെ അത് ചെയ്ത് കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വേറെ ക്രിർച്ചോഫ്സ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിച്ചാലേ നമുക്ക് അതിന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജുകൾ നോക്കാം. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ കണ്ട അതേ പിക്ചർ വരാം. ഇങ്ങനെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് എല്ലാം സികളാണ്. ഓരോന്നും സികളാണെങ്കിൽ ഇത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണല്ലോ, ബാലൻസ്ഡ് ആണോ നോക്കാം. C/C = C/C. ഇവിടെ ഒരു 2C ആണെന്ന് കരുതുക. അവിടെ എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. C/C = C/C ആണോ? ഇതിനെ ഒഴിവാക്കാം. ഇതിനെ ഒഴിവാക്കിയിട്ട് ഇതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എക്കും ബിക്കും ഇടയിൽ കാണണമെങ്കിൽ ഈ സിയും സിയും എങ്ങനെയാണ്? സീരീസ് ആണ്. ഈ സിയും സിയും സീരീസ് ആണ്. ഇവ രണ്ടും പാരലലാണ്. സീരീസില് n ആളുകൾ ഒരേപോലെ കണക്ട് ചെയ്താൽ C/n ആണ് എഫക്റ്റീവ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് 2 ആണെങ്കിൽ C/2 വരും. അപ്പോൾ ഇതിന്റെ എഫക്റ്റീവ് C/2 ആണ്. അപ്പോൾ ഞാനിതിന് വായിച്ചിട്ട് ഒറ്റ ഒരു കപ്പാസിറ്റർ വരച്ചാൽ മതി. ഇത് C/2 എന്ന് കൊടുത്താൽ മതി. അതേപോലെ ഇത് രണ്ടും സീരീസ് ആണ്. C സീരീസിൽ വന്നു കഴിഞ്ഞാൽ ഇവ രണ്ടും വായിച്ചിട്ട് ഇതാ ഒറ്റ ഒരു കപ്പാസിറ്റർ ആയിട്ട് കണക്ട് ചെയ്താൽ ഇത് C/2 ആണ്. ഇനി
ഇത് രണ്ടും പാരലലാണ്. അത് C/2 പ്ലസ് C/2 കൊടുക്കുക പാരലല്. അപ്പൊ നമുക്ക് സി എന്നാണ് ആൻസർ കിട്ടുക. അപ്പൊ എക്കും ബിക്കും ഇടയിലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? സി. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാം. ഇത് വീറ്റ്സ്റ്റോണിന്റെ രൂപം തന്നെയാണ്, അത് മനസ്സിലായി. ഇനി ബാലൻസ്ഡ് ആണോ നോക്കണം. 2/6 = 1/3 ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് ആണെങ്കിൽ ഈ 6 നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ 2ഉം 1ഉം വരുന്നത് നമുക്ക് സീരീസ് ആണ്. സീരീസ് ആണെങ്കിൽ 1/C1 + 1/C2 1/C3 അങ്ങനെയാണല്ലോ ആഡ് ചെയ്ത് പോവാ. അത് രണ്ടെണ്ണം ആവുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു C1 C2 / C1 + C2. രണ്ടെണ്ണം ആണെങ്കിൽ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വരെ ഇതാണ്. അപ്പോൾ ഒന്നാമത്തെ വരുമ്പോൾ 2 × 1 / 2 + 1 നമുക്ക് കിട്ടുക 2 / 3 എന്നാണ് കിട്ടുക. മുകളിലത്തെ എഫക്റ്റീവ് കിട്ടുക 2/3 2 × 1 / 2 + 1. രണ്ടാമത്തത് താഴെയുള്ളത് 6ഉം 3ഉം വന്നു കഴിഞ്ഞാൽ 6 × 3 / 6 + 3 = 2 എന്നാ കിട്ടുക. 18/9 2. അപ്പോൾ ഒരു കപ്പാസിറ്റർ മുകളിൽ 2/3 ആണ്. അപ്പോൾ ഇതിനെ രണ്ടെണ്ണത്തിനെ മാറ്റിയിട്ട് എനിക്ക് ഒന്നാക്കി മാറ്റാം. അത് 2/3 ആണ് വരിക. അതേപോലെ 6 3 പാരലൽ സീരീസ് ഉള്ളതിനെ മാറ്റിയിട്ട് ഞാൻ ഒന്നാക്കി മാറ്റിയപ്പോൾ എഫക്റ്റീവ് 2 ആണ് വരിക. ഇനി ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ആഡ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് കിട്ടുക 2 + 2/3 എന്നാണ്. എന്ന് പറഞ്ഞാൽ 3 × 2 6 + 2 8/3. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരിക 8/3 ആണ്. ഒറ്റ ഒരു കപ്പാസിറ്റർ ആക്കി മാറ്റി. ഇതിനാണ് നമ്മൾ എഫക്റ്റീവ് കാണുക എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. 8/3 ആയിരിക്കും ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വീറ്റ്സ്റ്റോണിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. ഇനി ഞാൻ വീറ്റ്സ്റ്റോണിൻ്റെ ഓരോ രൂപങ്ങൾ വരക്കാൻ പോവാം. ഇതേപോലെ തന്നെ നോക്കൂട്ടോ. നമ്മൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പിക്ചർ. ഇതാ നേരത്തെ വരച്ച അതേ പിക്ചറാണ്. ഇതാണ് ശരിക്ക്. ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ വീറ്റ്സ്റ്റോൺ എന്നൊക്കെ പറയുക ശരിക്ക്. ഇത് നോക്കൂ. ഇതിപ്പോ എല്ലാം സി ആണെന്ന് കരുതുക. ഇത് വീറ്റ്സ്റ്റോൺ ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേലെ നിന്ന് ഇങ്ങനെ രണ്ടെണ്ണം, താഴെ ഇങ്ങനെ രണ്ടെണ്ണം, അതിനിടയിൽ ഒന്ന്. ഇത് വീറ്റ്സ്റ്റോൺ ആണ്. അത് C/C = C/C ആണ്. നമുക്ക് ഒഴിവാക്കാം. ഇത് ഒഴിവാക്കിയാൽ C വരുമ്പോൾ C/2, ഇവിടെയും C/2, C/2 + C/2 C എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇതാണ് ഒരു രൂപം. അപ്പോൾ ഞാൻ വരച്ച രൂപങ്ങളൊന്ന് ശരിക്കൊന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ഞാൻ മറ്റൊരു രീതിയിൽ നമുക്ക് പല രീതിയിൽ ഇതിനെ വരക്കാന്നുള്ളതാണ്. ഒരു രീതി ഇപ്പോൾ പറഞ്ഞ രീതികൾ മറക്കരുത് കേട്ടോ. വീണ്ടും വേണമെങ്കിൽ കണ്ടു നോക്കണം. ഇത് വീറ്റ്സ്റ്റോൺ ആണ്. ഞാൻ ചെയ്യുന്നത് ഇതാണ്. ഇത് വീറ്റ്സ്റ്റോൺ ആണെന്ന് മനസ്സിലാക്കാൻ ഈ ബി എന്നുള്ള ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇതൊക്കെ വയറുകളാണല്ലോ. ഈ ബീനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇതാ നേരെ ഇങ്ങോട്ടാണ് വെക്കുകയാണ്.
അപ്പോൾ ബീനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് നീർത്തിയാണ് വെച്ചാൽ മുമ്പത്തെ പിക്ചർ ആവും. അപ്പോൾ ബീനെ എടുത്തിട്ട് ഇങ്ങോട്ട് നേരെ നീർത്തി ഇങ്ങോട്ട് വെച്ചാൽ വേറെ ഒരു മാറ്റം വരുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് വീറ്റ് സ്റ്റോണിന്റെ എന്താണോ പിക്ചർ കിട്ടിയത് അതാണ് കിട്ടുക. അപ്പോൾ ഞാൻ ആ ബീൻ അങ്ങോട്ട് നീർത്തി വെക്കണ പിക്ചർ വരച്ചാൽ ഇത് അങ്ങനെയാണ് വരിക. ഇതാണ് ബി, ഇത് അവിടെയുള്ള മറ്റൊരു കപ്പാസിറ്റർ, ഇവിടെ മറ്റൊരു കപ്പാസിറ്റർ. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ ഇങ്ങോട്ട് നിർത്തി വെച്ചത്. കണ്ടോ? അപ്പോൾ ഇത് വീറ്റ് സ്റ്റോൺ ആയി. ഇത് സി 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 ബൈ സി ഈക്വൽ ടു സി ബൈ സി. ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് വീറ്റ് സ്റ്റോണുകൾ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം. ഇനി നിങ്ങൾ അടുത്ത ഒരു പിക്ചർ നോക്കൂ ട്ടോ. അടുത്തൊരു പിക്ചർ ഇങ്ങനെയാണ്. ഇതും വീറ്റ് സ്റ്റോൺ ആണ്. അപ്പൊ ഇത് വീറ്റ് സ്റ്റോൺ ആണെന്ന് മനസ്സിലാവാൻ വളരെ സിമ്പിൾ ആണ്. ഞാനിവിടെ 2 പോയിന്റുകൾ ഇടുന്നുണ്ട്. ഇവിടെ ഒന്ന് സി, ഇവിടെ ഒന്ന് ഡി. ആ സി ഡിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ അത് വീറ്റ് സ്റ്റോൺ ആയിട്ടുണ്ടാവും. ആ വീറ്റ് സ്റ്റോൺ നമ്മൾ മുമ്പ് വരച്ച പിക്ചറിന് അതേപോലെ ആയിട്ടുണ്ടാവും. ഈ സി ഡി നിങ്ങളിത് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് വരച്ച് പോയിക്കൊണ്ട് അപ്പോൾ മനസ്സിലാവും. ഇത് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീറ്റ് സ്റ്റോൺ പോലെയാവും. ഞാനിത് ഓരോ പോയിന്റ് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമുക്ക് ആദ്യം നോക്കാം. ഇതൊരു പോയിന്റ് എ ആണ്. നോക്കിയാൽ എ, ഈ പോയിന്റ് ആരാണ്? എ. അതേപോലെ ഈ പോയിന്റ് സി ആണെന്നറിയാം, ഈ പോയിന്റ് ഡി ആണെന്നറിയാം, ഈ പോയിന്റ് ബി ആണ്, ഇതും ബി ആണല്ലോ. അപ്പൊ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ എന്റെ അവിടുന്ന് എത്ര കപ്പാസിറ്റർ തുടങ്ങി? 2 എണ്ണം. കണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ ഒരു കപ്പാസിറ്ററും ഇങ്ങനെ ഒരു കപ്പാസിറ്ററും. അപ്പൊ എന്റെ അവിടുന്ന് 2 കപ്പാസിറ്ററുകൾ. ബിന്റെ അവിടുന്ന് 1 2 2 കപ്പാസിറ്ററുകളാണ് ഇങ്ങനെ തുടങ്ങിയത്. അപ്പൊ എന്റെ അവിടുന്ന് 2, ബിന്റെ അവിടുന്ന് 2. ഇനി എയിൽ നിന്ന് തുടങ്ങുന്ന ഒരാള് സിയിൽ വന്ന് മുട്ടണം, ബിയിൽ നിന്ന് തുടങ്ങുന്ന ഒരാളും സിയിൽ വന്ന് മുട്ടണം. അപ്പൊ എന്നും ബിന്നും ഓരോരുത്തരും സിയിൽ വന്ന് മുട്ടി. അടുത്തത് എയിൽ നിന്ന് തുടങ്ങിയ ഒരാളും ബിയിൽ നിന്ന് തുടങ്ങിയ ഒരാളും ഡിയിൽ വന്ന് മുട്ടി. ഞാൻ ആ പിക്ചർ വരക്കാൻ പോവാം. എന്നെത്ര 2 എണ്ണം, ബിന്നും 2 എണ്ണം. എയിൽ നിന്നും ബിയിൽ നിന്നും തുടങ്ങിയ ഓരോരുത്തരും സിയിലും അതേപോലെ തന്നെ ഓരോരുത്തരും ഡിയിലും വന്ന് മുട്ടണം. അങ്ങനെ ഈ പിക്ചർ ഞാൻ വരക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം 2 പോയിന്റുകൾ എഴുതി. ഇതാണ് എ, ഇതാണ് ബി എങ്കിൽ ഇവിടുന്ന് 2 കപ്പാസിറ്ററുകൾ തുടങ്ങണം. ഞാൻ 2 കപ്പാസിറ്റർ തുടങ്ങി. ഇവിടുന്നും 2 കപ്പാസിറ്റർ തുടങ്ങി. ഇനി എയിൽ നിന്നും ബിയിൽ നിന്നും തുടങ്ങിയ ഓരോരുത്തര് സിയിൽ വന്ന് മുട്ടണം, മറ്റ് ഓരോരുത്തര് ഡിയിൽ വന്ന് മുട്ടണം. ഡിയിൽ വന്ന് മുട്ടി. ഇനി അതിൽ 5 കപ്പാസിറ്റർ ഉണ്ടായിരുന്നു. അതിൽ ഒരു കപ്പാസിറ്റർ സിക്കും ഡിക്കും ഇടയിലാണ്. ഇത് നേരത്തെ വരച്ച പിക്ചറിന്റെ അതേ രൂപം തന്നെയാണ്. ഇത് വീറ്റ് സ്റ്റോൺ ആയി. ഇത് സി 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 ബൈ സി ഈക്വൽ ടു സി ബൈ സി. ഈ സീനെ കട്ട് ചെയ്യാം. അപ്പൊ അതാണ് വീറ്റ് സ്റ്റോണിന്റെ മറ്റൊരു പിക്ചർ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓടണം, ഇത് വീറ്റ് സ്റ്റോൺ ആണ്. അപ്പൊ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആ വരക്കണ പിക്ചർ, ഈ പിക്ചർ ഒന്ന് വരച്ചിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇതാ ഇങ്ങനെ. ഇവിടെ ഞാൻ എത്ര വരച്ചത്? 3 എണ്ണം. ഇനി നോക്കൂ, മറ്റൊരാളിതാ ഇങ്ങനെ കണക്ട് ചെയ്ത്, മറ്റൊരാളിതാ ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇതും വീറ്റ് സ്റ്റോൺ ആണ്. അപ്പൊ ഇത് വീറ്റ് സ്റ്റോൺ ആണെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു സിയും ഇത് ഡിയും. ആ സിക്കും ഡിക്കും ഇടയിലുള്ള കപ്പാസിറ്റർ ഇതാ, അത് കാരണം കളഞ്ഞു. അതാണ് കളഞ്ഞാല് ഇവിടുന്ന് ഇങ്ങനെ 2 കണ്ടോ, ഇതിങ്ങനെ സീരീസ്, ഇതിങ്ങനെ സീരീസ്, ഇത് രണ്ടും പാരലൽ.
അപ്പോൾ ഇത് വീറ്റ് സ്റ്റോണിന്റെ ഒരു പിക്ചറാണ്. അപ്പോൾ വീറ്റ് സ്റ്റോണിന്റെ പല വിധത്തിലുള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ കാണുകയുണ്ടായി. ഇനി വീറ്റ് സ്റ്റോണിന്റെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചറും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു എ എന്ന പോയിന്റ് ഉണ്ട്, അതിൽ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, പിന്നെ ഇവിടെയും ഒരു കപ്പാസിറ്റർ ഉണ്ട്. പിന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. സർക്യൂട്ട് പ്രോബ്ലംസ് മനസ്സിലാവാനുണ്ട് എളുപ്പം, മറക്കാനുണ്ട് എളുപ്പം. അപ്പോൾ അതൊന്ന് ആലോചിച്ച് പോകണം കേട്ടോ. ഇതിവിടെ വീറ്റ് സ്റ്റോൺ ഉണ്ട്, നിങ്ങൾ ശരിക്ക് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഞാൻ ഇവിടെ നോക്കാം. ഈ ഒരു കപ്പാസിറ്റർ ഇവിടെ ഈ കപ്പാസിറ്റർ ഇപ്പം ഞാൻ നോക്കണില്ല, അവിടെ നിൽക്കട്ടെ. ഈ ഒരു പോയിന്റിൽ എ എന്ന പോയിന്റിൽ നിന്ന് ഇത് എ ആണ്, അതേപോലെ ഈ പോയിന്റും എ ആണ്, കാരണം ഇതിനിടയിൽ ആരും ഇല്ലല്ലോ. അപ്പൊ ഏന്ന് ഈ കപ്പാസിറ്റർ തുടങ്ങി, ഈ കപ്പാസിറ്ററും തുടങ്ങി. ഇനി ഇതാണല്ലോ ബി. ഞാൻ ഈ കപ്പാസിറ്റർ ഇപ്പൊ നോക്കിയിട്ടില്ല കേട്ടോ, അത് അവിടെ നിന്നോട്ടെ, നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ബി ആണ്, ഇത് ബി ആണ്, ഇതും ബി ആണ്. ഈ കപ്പാസിറ്റർ നോക്കാതെ ബിന്ന് എത്ര ആൾ തുടങ്ങി? രണ്ടാൾ തുടങ്ങി. എന്ന് എത്ര ആൾ തുടങ്ങി? രണ്ടാൾ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന് ഞാൻ ഡി എന്ന് കൊടുത്താൽ ബിയിൽ നിന്ന് ഒരാൾ ഡിയിൽക്കും എയിൽ നിന്ന് ഒരാൾ ഡിയിൽക്കും വന്ന് മുട്ടി. ഇനി ഈ പോയിന്റിന് ഞാൻ ഇ എന്ന് കൊടുത്താൽ എയിൽ നിന്ന് ഒരാൾ ഇയിൽ വന്ന് മുട്ടി, ബിയിൽ നിന്ന് ഒരാൾ ഇയിൽ വന്ന് മുട്ടി. അപ്പോൾ കണ്ട, എന്ന് രണ്ടാൾ തുടങ്ങി, ബിന്ന് രണ്ടാൾ തുടങ്ങി, എയിൽ നിന്നും ബിയിൽ നിന്നും ഒരാൾക്കാർ വീതം ഡിയിലും ഒരാൾക്കാർ വീതം ഇയിലും വന്ന് മുട്ടി. അപ്പോൾ ഇത് വീറ്റ് സ്റ്റോൺ ആണ്. അപ്പോൾ ഇതിനെ മാറ്റി വരയ്ക്കാം. ഇനി ഈ കപ്പാസിറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഒഴിവാക്കിയൊരു കപ്പാസിറ്റർ, അത് ഏതിനിടയിലാണ് നോക്കുക? എക്കും ബിക്കും ഇടയിൽ. എക്കും ഇത് എ ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്, അത് എക്കും ബിക്കും ഇടയിലാണ് ഈ കപ്പാസിറ്റർ. ഇത് ആ വീറ്റ് സ്റ്റോണിന്റെ ഭാഗമല്ല, അത് നമുക്ക് വരച്ച് നോക്കാം. വീറ്റ് സ്റ്റോൺ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വീറ്റ് സ്റ്റോണിന് അതിലൊന്ന് വരച്ചാൽ അവിടെ ഒരു വീറ്റ് സ്റ്റോൺ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരു പിക്ചർ വീറ്റ് സ്റ്റോണിൻ്റെ ആദ്യം തന്നെ വരച്ച് വെച്ചു എന്ന് കരുതുക. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇതാണല്ലോ എ, ഇതാണ് ബി. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ഈ എക്കും ബിക്കിടയിൽ വേറെ ഒരു കപ്പാസിറ്റർ ഉണ്ട് എന്നാണ്. ഇതാണ് നമ്മൾ ആ ഒഴിവാക്കി കപ്പാസിറ്റർ, അത് ഞാൻ അവിടെ കണക്ട് ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇതൊരു വീറ്റ് സ്റ്റോൺ ആണ്. അത് വീറ്റ് സ്റ്റോൺ ആണെങ്കിൽ ഇതിനെ ഒഴിവാക്കാം. ഇനി ഇത് സി, ഇത് സി, ഇത് സി, ഇത് സി ആണെങ്കിൽ C/2 + C/2 അത് സി ആണെന്ന് കിട്ടും. ഈ വീറ്റ് സ്റ്റോണിന്റെ ആൻസർ സി ആണല്ലോ, ഒക്കെ സി ആണെങ്കിൽ അതിന്റെ ആൻസർ സി ആയിരിക്കും. അപ്പൊ ഇതൊരൊറ്റ കപ്പാസിറ്റർ ആക്കി മാറ്റി, അത് സി ആണ്. പിന്നെ ഇവിടെ വേറെ കപ്പാസിറ്റർ ഉണ്ട് സി. ഇത് രണ്ടും എങ്ങനെയാ? പാരലൽ. അപ്പൊ അത് പാരലൽ ആണെങ്കിൽ C+C, ഇതിന്റെ ആൻസർ 2C എന്നാ വരിക. അപ്പൊ ഇതാണ് വീറ്റ് സ്റ്റോൺ എന്ന് പറയുന്നത്. വീറ്റ് സ്റ്റോണിന്റെ കണ്ടീഷൻ മറക്കാതിരിക്കുക. വീറ്റ് സ്റ്റോണിന്റെ കുറെ ചോദ്യങ്ങൾ ഞാൻ ഇട്ട് തരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസറുകൾ കണ്ടീഷൻ ഓർമ്മ ഉണ്ടല്ലോ. C1/C2 = C3/C4. ഇത് ബൈ ഇത് ഈക്വൽ ടു ഇത് ബൈ ഇത്, അല്ലെങ്കിൽ ഇത് ബൈ ഇത് ഈക്വൽ ടു ഇത് ബൈ ഇത്. ആ രീതിയിൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. നല്ല ഒരു എന്താ പറയുക, ഒരുപാട് തവണ വരുന്ന സർക്യൂട്ടിൽ ഒരുപാട് തവണ ആവർത്തിച്ച് വരുന്നതാണ് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് നോക്കുക കേട്ടോ. അതിന്റെ ആൻസറുകളും അയച്ചു തരിക.